രാകേഷിൻ്റെ അച്ഛൻ്റെ പ്രായം രാകേഷിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിഞ്ഞാൽ ഇത് 3 മടങ്ങായി മാറും. രാകേഷിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? രാകേഷിൻ്റെ അച്ഛൻ്റെ പ്രായം രാകേഷിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. ഇപ്പോൾ ഇവിടെ ഇളയ ആൾ രാജേഷാണ്, അച്ഛൻ്റെ പ്രായമാണ് കൂടുതൽ. അപ്പോൾ ചെറിയ പ്രായം നമ്മൾ എക്സ് എടുക്കുക, അത് ഇപ്പോഴത്തെ കാര്യമാണ്. ഇപ്പോൾ രാകേഷിൻ്റെ പ്രായം എക്സ് എടുക്കുക, അപ്പോൾ അച്ഛൻ്റെ പ്രായം അതിൻ്റെ 9 മടങ്ങാണ്. ഇപ്പോൾ രാകേഷിൻ്റെ പ്രായം എക്സ് ആണെങ്കിൽ അച്ഛൻ്റെ പ്രായം അതിൻ്റെ 9 മടങ്ങ് 9x. ഇനി 9 വർഷം കഴിയുമ്പോഴത്തെ കാര്യം എടുക്കുക. 9 വർഷം കഴിഞ്ഞാൽ 9 വർഷം കഴിയുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും വയസ്സ് 9 കൂടും. അപ്പോൾ 9 കൂട്ടിയാൽ മതി. 9 വർഷം കഴിഞ്ഞാൽ രാകേഷിൻ്റെ പ്രായം ഇതിൻ്റെ കൂടെ 9 കൂട്ടി x+9. അതുപോലെ അച്ഛൻ്റെ പ്രായം ഇതിൻ്റെ കൂടെ 9 കൂട്ടി 9x+9. ഇനി ഇപ്പോൾ പറയണത് രാകേഷിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ് അച്ഛൻ്റെ പ്രായം. പക്ഷേ 9 വർഷം കഴിയുമ്പോഴേക്ക് എന്താവും? അത് 3 മടങ്ങായി മാറും. 3 മടങ്ങാകും. അപ്പോൾ ആരുടെ 3 മടങ്ങാകും? രാകേഷിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാകും അച്ഛൻ്റെ പ്രായം. അപ്പോൾ നമ്മൾ രാകേഷിൻ്റെ പ്രായം എഴുതുക, അതിനെ 3 കൊണ്ട് ഗുണിക്കുക. കാരണം മകൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാണ് അച്ഛൻ്റെ പ്രായം. അപ്പോൾ 3 ഇൻറ്റു മകൻ്റെ പ്രായം x+9 സമം അച്ഛൻ്റെ പ്രായം 9x+9. 3 കൊണ്ട് രണ്ടിനെയും ഗുണിക്കുക. 3 ഇൻറ്റു x 3x പ്ലസ് 3 ഇൻറ്റു 9 27 സമം 9x+9. 3x ഈ 9x എടുത്തു -9x സമം ഇവിടെ 9 ഉണ്ട്, ഈ 27 അങ്ങോട്ട് എടുത്തു +27 -27 ആയി. 3x എന്ന് 9x കുറച്ചാൽ -6x സമം 9 എന്ന് 27 കുറച്ചാൽ -18. x സമം -18 ബൈ -6. നെഗറ്റീവ് പോസിറ്റീവായി. ഉത്തരം എക്സിൻ്റെ വില 3 കിട്ടി. ഈ എക്സ് എന്താണ് തരണം നോക്കുക. എക്സ് രാകേഷിൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ്. എക്സ് ചോദിച്ചിരുന്നത് രാകേഷിൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ് ചോദിച്ചിരിക്കുന്നത്. രാകേഷിൻ്റെ ഇപ്പോഴത്തെ പ്രായം 3.